മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എറണാകുളം ജില്ലയിലാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം നടത്തുക. LDFന്റെ വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും. രാവിലെ 10 മണിക്ക് കോതമംഗലത്ത് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനവും നടത്തും. കിരൺകുമാർ ചേരുന്നുണ്ട്. കിരൺ, ഗുഡ് മോർണിംഗ്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഒക്കെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളും ഒക്കെ ഉന്നയിച്ചിരുന്നു. ഇന്നതാ യു പ്രതിഭയുടെ വിഷയമുണ്ട്. യു പ്രതിഭയെ സ്ത്രീവിരുദ്ധ പരാമർശമൊക്കെ നടത്തിയ UDF നേതാവിനെ പുറത്താക്കിയെന്ന് പറയുമ്പോൾ പോലും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തതുമാണ്. ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട്. ഇതിലൊക്കെ തന്നെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ ജില്ലയിൽ ഏതൊക്കെ പരിപാടികളിലാണ് ഇന്ന് അദ്ദേഹം പങ്കെടുക്കുന്നത്? ലിജിൻ, ഗുഡ് മോർണിംഗ്. എറണാകുളം ജില്ലയിലെ LDFന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുക എന്ന ലക്ഷ്യവുമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി ഏതായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പ്രചാരണ പരിപാടികളിൽ നേരിട്ട് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇന്ന് രാവിലെ കോതമംഗലത്താണ് മുഖ്യമന്ത്രിയുടെ ആദ്യ പരിപാടി നടക്കുന്നത്. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ഉണ്ടാകും. അതിനുശേഷം 11 മണിക്ക് കോതമംഗലത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കും. പിന്നീട് ഉച്ചയ്ക്ക് ശേഷമായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ നടക്കുന്നത്. പ്രധാനമായിട്ടും 4 മണ്ഡലങ്ങളിലാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ. ഇതിൽ 3 മണ്ഡലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അത് LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. മറ്റൊന്ന് തൃപ്പൂണിത്തുറയാണ്. അതായത് കോതമംഗലം, തൃപ്പൂണിത്തുറ, വൈപ്പിൻ കൂടാതെ കളമശ്ശേരി, ഈ 4 മണ്ഡലങ്ങളിലായിട്ടാണ് മുഖ്യമന്ത്രിയുടെ പരിപാടികൾ നടക്കുന്നത്. ഇതിൽ കോതമംഗലവും തൃപ്പൂണിത്തുറയും തൃപ്പൂണിത്തുറ കഴിഞ്ഞ തവണ LDFന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു. എന്നാൽ കഴിഞ്ഞ തവണ അത് നഷ്ടപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ ഇത് ഏത് വിധേനയും തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യവുമായിട്ട് LDF ഏതായാലും ശക്തമായ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടി ഇത്തവണ തൃപ്പൂണിത്തുറയിൽ കൂടി ഉണ്ട്. ഒപ്പം വൈപ്പിനും കളമശ്ശേരിയും കൂടിയാണ്. ഇതൊക്കെല്ലാം തന്നെ സിറ്റിംഗ് സീറ്റുകളാണ്. സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുക എന്ന ലക്ഷ്യമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. കോതമംഗലത്തെ പരിപാടി കഴിഞ്ഞാൽ പിന്നീട് തൃപ്പൂണിത്തുറയിലും അതിനുശേഷം വൈപ്പിനിലും വൈകിട്ട് കളമശ്ശേരിയിലുമാണ്. ഏതായാലും ഇന്നലെ അടക്കം ഈ പ്രത്യേകിച്ച് ഈ സാഹചര്യത്തിൽ ഉയർന്ന, അതായത് മുഖ്യമന്ത്രിയുടെ ഈ വാർത്താ സമ്മേളനം അടക്കമുള്ള കാര്യങ്ങൾ അത് വിവിധ ജില്ലകളിലൊക്കെ തുടർന്നിരുന്നു. ഈ സമയത്തെല്ലാം തന്നെ വലിയ രീതിയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിനെതിരെ വലിയ ആരോപണങ്ങളൊക്കെ തന്നെയാണ് മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്തായിരുന്നു മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടിരുന്നത്. കോട്ടയം ജില്ലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പര്യടനം ഉണ്ടായിരുന്നത്. ആ സമയത്ത് പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കുകയും കിഫ്ബി അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ, അത്തരത്തിൽ ആരോപണങ്ങൾ നിലനിൽക്കുന്നതല്ല. ഈ കിഫ്ബി വികസനം കൊണ്ടുവന്നിട്ടുണ്ട് എന്നതിനുള്ള ഉദാഹരണം അത് ചെന്നിത്തലയുടെ മണ്ഡലത്തിൽ തന്നെയുണ്ട്. ചെന്നിത്തലയുടെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമ്പോൾ കുറച്ചുകൂടി വിഷയങ്ങൾക്ക് ഒരു വേറെ തരത്തിലേക്ക്, അല്ലെങ്കിൽ വിഷയങ്ങൾ കുറെ കൂടി കടുത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നുണ്ട്. യു പ്രതിഭക്കെതിരായിട്ടുള്ള പരാമർശങ്ങൾ, ഇതിനെതിരായിട്ട് ഇന്നലെ തന്നെ LDFന്റെ പല നേതാക്കളും വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇന്നലെ P. രാജീവ് മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞിരുന്നത് അപരിഷ്കൃതമായിട്ടുള്ള നടപടികളാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എക്കാലത്തും കോൺഗ്രസ് നടത്തിയിരുന്നത്. സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വരുമ്പോൾ അവരെ ശാരീരികമായിട്ട് അടക്കം ഇത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നത് കോൺഗ്രസിന്റെ പൊതുവായ രീതിയാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഭരണത്തിലേക്ക് വന്നാൽ ഇനിയുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഏതായാലും P. രാജീവ് പറഞ്ഞത്. അതേ രീതിയിൽ തന്നെ ശക്തമായ ഭാഷയിൽ ഈ യു പ്രതിഭയുടെ വിഷയം അടക്കമുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയും ഏതായാലും പ്രതിപക്ഷത്തിനെതിരായിട്ട് ഉന്നയിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും രാവിലെ 10 മണിക്ക് കോതമംഗലത്ത് വെച്ചാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നത്. ലിജിൻ, ശരി. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പ് പര്യടനം ഇന്ന് എറണാകുളം ജില്ലയിലാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ളവർ സൂചിപ്പിച്ചതുപോലെയുള്ള വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മറുപടി എന്തായിരിക്കും എന്നുള്ളതാണ്. കാരണം കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയും കേരളത്തിൽ പിണറായി വിജയനും ഒരുപോലെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. കഴിഞ്ഞ ദിവസം ഖാർഗെ അത് സൂചിപ്പിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രതിഭയുടെ ആ ഒരു വ്യക്തി അധിക്ഷേപ പരാമർശം നടത്തിയ UDF കൺവീനറുടെ, അദ്ദേഹത്തിന്റെ ജില്ലാ കൺവീനറുടെ നിലപാട്, UDFന്റെ നിലപാടൊക്കെ തന്നെ മുഖ്യമന്ത്രി ഇന്ന് ചിലപ്പോൾ പരാമർശിച്ചേക്കും. കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്.